ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ അഭിജിത്ത് ഭക്തൻ. പറ ഋഷി. ആ അമ്മ ഉറക്കെ കിണ്ണുറക്കം വന്ന് കിണ്ടിയായിരിക്കും. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? എന്നാ അപ്പപ്പ ഹാപ്പി ബർത്ത്ഡേ അപ്പപ്പ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്ക്. ഐസ്ക്രീം എന്താ വെച്ചരാ. ഹാപ്പി ബർത്ത്ഡേ അപ്പപ്പ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്ക്. അവന് മേടിച്ചു കൊടുക്കണ്ട. വേണോ? ഋഷിക്ക് ദേ കാറൊക്കെ കിട്ടി. വാങ്ങിച്ചു കൊടുക്കടാ. അല്ല ഉമ്മ കൊടുക്കടാ. എടാ ഹാപ്പി ബർത്ത്ഡേ ആടാ അപ്പപ്പാടെ. ഐസ്ക്രീം വാങ്ങിച്ചു തരും അപ്പപ്പ. അവൻ നാളെ കേക്ക് കൊടുക്കണ്ട. കേക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരും. ഉമ്മ കൊടുക്കും, ഉമ്മ കൊടുക്കും, പെട്ടെന്ന് ഉമ്മ കൊടുക്ക. ഇതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങളുടെ അബിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ ഇന്ന് സെപ്റ്റംബർ 13 വയസ്സ് ഞാൻ പറയുന്നില്ല. മറ്റേ അമേരിക്ക 11 അറ്റാക്ക് നടന്ന വർഷമാണ്, മറ്റേ 9/11 നടന്ന വർഷമാണ്. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ദുരന്തത്തിന് എത്ര വയസ്സായി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞങ്ങള് കുറച്ച് ഓണം ഷോപ്പിങ്ങും പിന്നെ അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. ഇപ്പൊ സമയം രാത്രി കറക്റ്റ് 12:10 റോഡിൽ വെച്ച് പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് അബിയുടെ ബർത്ത്ഡേ ആയി. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിച്ചു. നാളെ അത്തപ്പൂ ഇടണം. പൂക്കളൊക്കെ വാങ്ങിച്ചു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാം. ഉറക്കം വന്നിരിക്കുവാ. ശ്വേതയുണ്ട്, എല്ലാരും ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് ഇറങ്ങിയ, ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ 4th പോയി കുറച്ച് ഓണക്കോടിയൊക്കെ വാങ്ങിച്ച് പിന്നെ എല്ലാം വാങ്ങിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോവാം. എന്നിട്ട് ബാക്കി ഓണം സെലിബ്രേഷൻസ് നാളെ. ഞങ്ങളിപ്പോ ഇവിടെ സ്റ്റേഡിയത്തിന് ചുറ്റും റൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ സ്റ്റേഡിയത്തിന് ചുറ്റും രാത്രി പാരാത്രിക്ക് ഇഷ്ടം പോലെ കടകളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറി ഐസ്ക്രീം കഴിക്കണം. പിന്നെ റെസ്റ്റോറന്റ്, അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെയാടാ കട? എവിടെടാ? നീയല്ലേ പറഞ്ഞ ഇവിടെ കട ഉണ്ടെന്ന്. എവിടെ ഐസ്ക്രീം കട? എവിടെ? രാത്രി 12 മണി ആയപ്പോഴത്തേക്കിന് ആശാൻ ഓഫായി. ഇന്ന് ഓണാഘോഷ പരിപാടി ആയിരുന്നു ഫാസിൽ ബ്രോന്റെ ഓഫീസിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അതിന്റെ ക്ഷീണവും പിന്നെ ഇന്ന് കറങ്ങി നടന്ന് വന്നതിന്റെ ക്ഷീണവും പരിപാടികളൊക്കെ ആയിട്ട് ആശാൻ ഇപ്പോൾ ഫുള്ള് മയക്കത്തിലാണ്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും വന്നാ ഞങ്ങളവിടെ. എന്താ വേണ്ടത് നിനക്ക്? എന്താ വേണ്ടത്? ടോമിയം സൂപ്പോ? സ്ട്രോബെറി ഐസ്ക്രീം ആണോ വേണ്ടേ? ആദ്യത്തെ ഒരു കൊണ്ടുവരേ, തരാമേ. നീ അപ്പക്കാട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? എന്നാ പറ ഹാപ്പി ബർത്ത്ഡേ പറ. എന്നാലല്ലേ ഐസ്ക്രീം കിട്ടുമോ, കഴിക്കുള്ളൂ. അപ്പപ്പ ഐസ്ക്രീം വാങ്ങിച്ചിറങ്ങി ഹാപ്പി ബർത്ത്ഡേ അപ്പപ്പാന്ന് പറ. അമ്മ വാങ്ങിച്ചു തരും. എന്നാലും ഞങ്ങള് പറയൂല അല്ലേ? ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇടക്കിടക്ക് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയൂല. അതാ പ്രശ്നം. എന്തോടത്? കേസർ പിസ്ത, വാനില. ഹാപ്പി ബർത്ത്ഡേ പറയുമോ? ഹാപ്പി ബർത്ത്ഡേ സർ. അങ്ങനെ രാത്രി 1 മണിയായി. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന്. അപ്പോൾ ഇത് ഈ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇന്ന് ലുലു 12 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അടുത്ത ദിവസം സദ്യ ഉണ്ടാക്കാനുള്ളതും പിന്നെ മറ്റേ ഷോപ്പിംഗ് എന്തോന്ന് മറ്റേ തുണിയൊക്കെ വാങ്ങിച്ചായിരുന്നു, ഓണക്കോടി. അപ്പോൾ അതൊക്കെ ആയിട്ട് ലെറ്റ്സ് ഗോ ഹോം. എന്താ? ഋഷിയുടെ കാർ എന്താ എടുക്കാൻ ആരും? ഋഷിയുടെ കാർ എവിടെ? ഋഷിയുടെ കാറ് എന്നാ? ഋഷിയുടെ കാറ് ബാ, ഇവിടെ ഉണ്ട്. എന്നാ യെല്ലോ കാറ് കേട്ടോ. നമ്മളെത്ര ഉറക്കം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും. മിക്കവാറും ഇന്ന് അവിടെ ചെന്നിട്ടേ ഈ കാറെല്ലാം പൊട്ടിച്ച് ഓടിച്ചു നോക്കിയിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആണോടാ? സ്വാഭാവികം. ആണോ? നമുക്ക് നാളെ പൊട്ടിച്ചാ പോരെ? ഇപ്പൊ പൊട്ടിക്കണോ? നാളെ പൊട്ടിച്ചാ പോരെ? വേണോ? എന്ത് വേണം? ബാറ്ററി ഇട്ട വർക്ക് ചെയ്തില്ല രാത്രിയില്. ബാറ്ററി ഇല്ല, ബാറ്ററി വാങ്ങണം കേട്ടോ. എന്താ വേണ്ടേ? ബാറ്ററി നാളെ ഇട്ട് തരാമേ. ബാറ്ററി വാങ്ങണം കേട്ടോ, നാളെ ഇട്ട് തരാമേ. ഞങ്ങളത് പൊട്ടിച്ച് ഉറങ്ങൂലെന്നാ പറയും കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ഇന്ന് ബർത്ത്ഡേ ബോയ് ആണ് ഇവിടെ പാചകം, അടുക്കളയില് കംപ്ലീറ്റ് പരിപാടികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ കറിയൊക്കെ നീ ഉണ്ടാക്കണം. എല്ലാ സംഭവങ്ങളും വയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നു. ഇവിടെ മിനി പയറൊക്കെ അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അബിയിപ്പോ പയറ് മെഴുക്കുരട്ടി ഉണ്ടാക്കും. പിന്നെ ഞാനിവിടെ നമ്മുടെ ലൗലോലിക്കയില്ലേ, ലുബിക്ക വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ലുബിക്കയുടെ അച്ചാറല്ല, നമ്മൾ ഉമ്മണെന്ന് പറയാം, ഒരു കറി പോലെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. അത് ഞാനാണ് ഉണ്ടാക്കിയത്.
പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പോൾ അബി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വിഭവസമൃദ്ധ സദ്യ, പ്രീ ഓണസദ്യ. നാളെ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുന്നതായിരിക്കും. ഔറ എന്നും പറഞ്ഞിട്ട് ഒരു കൊറിയൻ K-pop സിംഗർ കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഔറ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഈ പാട്ട് കാണാൻ സാധിക്കും. ഋഷിയുടെ ചോര എവിടെ? ഋഷിയുടെ ചോര. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ സദ്യയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ചോറ് വളരെ സിമ്പിൾ സദ്യയാണ്. ചോറ്, പിന്നെ സാമ്പാർ കാണിച്ച് സാമ്പാർ, പിന്നെ മുളക് വറുത്തത്, ഇത് രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ സാമ്പാർ, പിന്നെ ഇത് കോക്കം ജ്യൂസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഗോവയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്, കോക്കം സിറപ്പ് എന്ന് പറയും. അത് വെച്ചിട്ട് നമ്മൾ രസം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ചെറിയൊരു മധുരമുണ്ട്. പക്ഷേ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ചുമ്മാ കുടിക്കാം, അതിന് വേണ്ടിയുള്ളൊരു സാധനമാണ്. വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി. ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ബേസിക്കലി നമ്മുടെ ഉപ്പിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു അച്ചാറ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ റൈത്ത, ഇത് നമ്മുടെ ചേനക്കറി, ചേന വറുത്തരച്ച കറിയാണ്. എനിക്ക് കുറച്ചിട്ടാ മതിയേ, ചേന വറുത്തരച്ച കറി. അത്രയാണ് നമ്മുടെ ബേസിക് ലഞ്ച്. മതി ഇവിടെ കഴിച്ചേ, ഉമ്മ കൊടുക്കണോ? ഹാപ്പി ബർത്ത്ഡേ അബി, ഹാപ്പി ബർത്ത്ഡേ അബി. നമ്മൾ കേക്ക് മുറിച്ചിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അബി. മുറിക്കാൻ പോവാണ്. റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ. ആണോ? ഓക്കെ, അപ്പോ കേക്ക് മുറിക്കാൻ പോവാ. ആരാ കേക്ക് മുറിക്കുന്നത്? കത്തി എവിടെ? കത്തി എടുത്തോട്ടോ. അബി നീ കട്ട് ചെയ്താ വേണ്ട, നീ കട്ട് ചെയ്യേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday, happy birthday, happy birthday to you. Hey, happy birthday to you. Cut ചെയ്തല്ലോ. സൂപ്പർ കേക്ക് ആണോ? പ്ലേറ്റിലാക്കി കൊടുക്ക്. ആദ്യം നിൽക്കട്ടെ, കഴിക്ക്. അടിപൊളി കേക്ക് കേട്ടോ, അടിപൊളി കേക്ക്, സൂപ്പർ കേക്ക്. അടിപൊളി കേക്ക്, സൂപ്പർ. ശ്വേതയാണ് കേക്ക് വാങ്ങിച്ചോണ്ടുവന്നത്. താങ്ക് യു ഗൈസ്. കൊടുക്ക. പിടിക്കണ്ട. ഓ അപ്പൻ. ഋഷിയുടെ ബർത്ത്ഡേ എപ്പോഴാ ഋഷിയുടെ ബർത്ത്ഡേ? ഏത് മാസം ഋഷിയുടെ ബർത്ത്ഡേ അറിയോ? എനിക്കറിയത്തില്ല. അതിപ്പോ പറയാറില്ല. ഇപ്പൊ എനിക്കറിയത്തില്ല, പറയാറില്ല. ബർത്ത്ഡേ എപ്പോഴാ ബാബുവിന്റെ? ഇല്ല, ബർത്ത്ഡേ ഇല്ല. അബിയുടെ ബർത്ത്ഡേ ദിവസം വൈകിട്ട് നമ്മൾ നാളെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടികളിലാണ്. നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചു വെച്ചു ഇന്നലെ ഓൾറെഡി. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് നമുക്ക് നാളെ സദ്യ കഴിക്കാനുള്ള വാഴയില, പിന്നെ നാളെ ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ, അങ്ങനെ പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി എല്ലാ സംഭവങ്ങളും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാളെ നമ്മുടെ ഓണസദ്യയും പരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. നാളെ നമുക്ക് പൂക്കളം ഇടണ്ടേ? ഋഷി പൂക്കളം ഇടുവോ? നമ്മള് പൂക്കളം ഇടുവോ? അവരത് കുളമാക്കി തരും. അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. എവിടെയാ നമ്മള് പൂക്കളം ഇടുക? നോക്കാം എവിടെയാ പൂക്കൾ ഇടുക എന്നുള്ളത്. നമ്മൾ എന്തായാലും നമ്മൾ എറണാകുളത്ത് മാറിയതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഓണമാണ്. നമ്മള് എറണാകുളത്തെ ഓണം. ചോറോ? വിശന്നല്ലേ, കഴിക്കാമേ പോയിട്ടെ. ഓക്കെ, അപ്പൊ നാളെ രാവിലെ നമ്മുടെ ഓണം സെലിബ്രേഷൻ. രാവിലെ പൂക്കളൊക്കെ റെഡിയാക്കുകയാണ്, പൂക്കൾ ഇടാനായിട്ട്. ശരിക്കും അതിനൊക്കെ രാവിലെ എഴുതി ചെയ്യേണ്ടതാണ്. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇവിടുത്തെ സൗകര്യം അനുസരിച്ചിട്ട് ഇപ്പൊ പരിപാടികളെല്ലാം നടക്കുന്നത്. പണ്ടൊക്കെ നമ്മള് അമ്മയ്ക്ക് ഓർമ്മയില്ലേ, നമ്മള് അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിൽ നിന്ന്, നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പൂവൊക്കെ എടുത്ത് ചെയ്തോണ്ടിരുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂ മോട്ടിച്ചോണ്ട് വരുമായിരുന്നു പല സ്ഥലത്തൊന്നും പോയിട്ട്. അതെ,
അന്ന് ഇതേപോലെ ബന്ദിപ്പൂവും മറ്റു സംഭവങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. ഇപ്പൊ അന്ന് പിന്നെ നമ്മള് നന്ദ്യാർവട്ടപ്പൂവ്, തെറ്റിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ് അല്ലേ, കാട്ടുപൂക്കള്, കാട്ടിലകള്, അങ്ങനെ കോളേജിലുണ്ടായ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തില് ചെറിയ ക്ലാസ് ആയിരുന്നു, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ഇട്ടിട്ടാണ് നമ്മള് പൂക്കളവും പരിപാടികളൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും അത്തമ്മോല് പൂക്കളം ഇടുമായിരുന്നു മിക്ക ദിവസങ്ങളില്, സമയമുള്ള ദിവസങ്ങളിലെല്ലാം. ഞാനും അമ്മയും കൂടെ അപ്പൻ ഊഞ്ഞാല് കെട്ടി തരുമായിരുന്നു മാവില്. മുറ്റത്തെ മാവില്ലായിരുന്നു അവിടെ, ആ ഒട്ടുമാവേല് അപ്പൻ ഊഞ്ഞാല് കെട്ടി തരുമായിരുന്നു ഓണം ആകുമ്പോഴത്തേക്കിനും. എന്നിട്ട് അതിലിരുന്ന് ആടുക, അതൊക്കെ ഒരു മിസ്സായ കാര്യം. സിറ്റ് ഔട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിവിടെ ഊഞ്ഞാലില്ലല്ലേ, നമുക്കിവിടെ ഊഞ്ഞാലില്ല ഗൈസ്. അപ്പോ നമ്മളിപ്പോ തൽക്കാലം ഉള്ളതുപോലെ കടയിൽ പോയി പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കഴിഞ്ഞ ദിവസം 2 കളർ ബന്ദിപ്പൂ, പിന്നെ അങ്ങനെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പണ്ട് നമുക്ക് പ്രകൃതി എല്ലാം തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എറണാകുളത്ത് വന്നപ്പോഴത്തേക്കിനും പൈസ ഉണ്ടെങ്കിൽ പ്രകൃതി തരില്ല, കടകളിൽ നിന്നെല്ലാം കിട്ടും. അതാണ് അവസ്ഥ. സോ ലെറ്റ് മീ പ്രിപ്പയർ ദ ഫ്ലവേഴ്സ്. എന്നിട്ട് നമുക്ക് പതൊക്കെ പൂക്കൾ ഇടാൻ വന്നു. കൊള്ളാലോ, ഇതായി. ഓ ആ ശരി, സഹായിക്കടാ. സാധാരണ ഓണം ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ട്രിപ്പൊക്കെ പോകില്ലേ. ഞാൻ പണ്ട് പോലെ യൂട്യൂബൊക്കെ തുടങ്ങിയ പിന്നെ ഓണത്തിൻ്റെ സമയത്ത് ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളല്ലാത്ത സമയത്തെല്ലാം ഫുൾ ട്രിപ്പല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് മാക്സിമം ഫാമിലിയോടൊപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണം പിന്നെ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഓണമാണ്, നമ്മൾ എറണാകുളത്ത് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം നമ്മുടെ 1-2 ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ പൂക്കളം ഇടാൻ പറഞ്ഞ് ഏൽപ്പിച്ച് ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ്. എന്താണ് അവസ്ഥ? എന്തായി പൂക്കളം ഗൈസ്? വാവ്, അടിപൊളി. ഇത് ക്ലാസ് ആയാലും ഇതാരായിട്ട പൂക്കളം ആണോ? നീയാണോ ഇട്ടേ? ഋഷിയാണോ പൂക്കളം ഇട്ടേ? പിന്നെ ദേവു അപ്പായും കൂടെ ആണോ ഇട്ടത്? അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂ ബാക്കി ഉണ്ടെങ്കിലേ അതെവിടെങ്കിലും എഴുതിക്കോ. ഇവിടെ ഇങ്ങനെ എഴുതിക്കോ, ടെക് ട്രാവലേറ്റ് ഇങ്ങനെ എഴുതിക്കോ. ആ അങ്ങനെ എഴുതിക്കോ. അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് വരച്ചെഴുതണം. ചെറുതായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ടെക് ട്രാവലേറ്റ് ഓണം. വാവ്, അടിപൊളി. ആ ഋഷി ബാ, നമുക്ക് അകത്ത് പാ, നമുക്ക് സദ്യ ഉണ്ടാക്കാം. ബാ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ബാ. ഇവിടെ സദ്യ പ്രിപ്പറേഷൻ ആണ്. ശ്വേത ആൻഡ് ദീപ്തി രണ്ടുപേരും കൂടെ ആണ് സദ്യ പ്രിപ്പറേഷൻ. ഇതിപ്പോ അമ്മ അവിടെ അരിഞ്ഞോണ്ടിരിപ്പുണ്ട്. ഇതെന്താ അവിയലാണോ? അതെ അതെ, ഇത് അവിയലിനാണോ? ഇത് ഗസി. നമ്മൾ ഇത്തവണ ഉണ്ടാക്കുന്നത് ഒരു കൊങ്കണി സ്റ്റൈൽ സദ്യയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ടിപ്പിക്കൽ സദ്യയിൽ നിന്നും വ്യത്യാസമായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊങ്കണി സ്റ്റൈൽ ഡിഷസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സദ്യയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവിയൽ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വേറെ ഉണ്ടാക്കുന്നത്. ഇതെന്തുവാ, കിഴങ്ങാണോ? ചോറാണോ? ഇവിടെ എന്തായി, ടെക്ട്രാലീറ്റ് ആയോ? അയ്യോ, ഒരു കാര്യം ചെയ്യേ, നമുക്ക് ഇച്ചിരി പൊളിച്ച് മാറ്റിട്ട് ട്രാവൽ ഇച്ചിരി നീക്കാം, അങ്ങോട്ട് നീക്കിട്ട് റെഡിയാക്കി. ഇല്ലേ ഋഷിനെ ഏൽപ്പിച്ചത്, ഋഷി റെഡിയാക്കി തരും. ഞാനിവിടെ പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഇന്നലെ അബിയാണ് ഉണ്ടാക്കിയത്, ഇന്ന് ഞാൻ ഉണ്ടാക്കും. ഇതെന്ത്, ഇത് ഗസിയാണോ? ഗ്രീൻ പീസും പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട്. ആ സാരമില്ല, കുഴപ്പമില്ല, അതൊക്കെ എനിക്കിഷ്ടമാണ് കുഴഞ്ഞത്. നീ കുഴച്ചോ? ഓ വാവ്, അടിപൊളി. അബി, നിനക്ക് ഇത്രയും മിടുക്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും നിങ്ങൾ രണ്ടുപേരും ഇത് ട്രാവൽ ഇച്ചിരി കേറിപ്പോയല്ലോ. അലൈൻമെന്റ് തെറ്റിയല്ലോ. അടിപൊളി, ദാറ്റ്സ് നൈസ്. പയറ് മെഴുക്കുരുട്ടി കഴിഞ്ഞു. നമ്മളിപ്പോ ക്യാബേജ് തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാബേജ് തോരൻ പിന്നെ ശ്വേതയുടെ തേങ്ങ വറുത്തരച്ചൊക്കെ എടുത്തിട്ട് വെജിറ്റബിൾസ് അവിടെ കറി, തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിഴങ്ങും പിന്നെ ഗ്രീൻ പീസും കൂടി ഇട്ട് തേങ്ങ വറുത്തരച്ച ഒരു കറിയാണ്. അങ്ങനെ കുറേ വ്യത്യസ്ത വിഭവങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ സദ്യയിലുള്ളത്. നമ്മുടെ അടുപ്പൊക്കെ ഫുൾ ചന്തയായി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെക്സ്റ്റ് പരിപാടി. വാവ്, ക്യാബേജ് തോരനിൽ നമ്മൾ തേങ്ങ ഇട്ടിരിക്കുകയാണ്. ഇവിടെ എത്ര പാചകക്കാരല്ലേ ഇന്ന്? ഓ, എനിക്ക് വയ്യ. ഷെഫ് നമ്പർ 1
ഷെഫ് നമ്പർ 2, ഷെഫ് നമ്പർ 3. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഭിയും വരും പായസം ഉണ്ടാക്കാൻ. നമ്മൾ മറ്റേ തേങ്ങ വറുത്തരച്ച സംഭവം എല്ലാം കൂടി ഇട്ടിട്ട് ഈ കറി ഇപ്പോൾ ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് വെന്ത് നല്ല കുഴഞ്ഞ് അടിപൊളി പരുവാവും. 2-3 സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാനാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാഴക്കൂമ്പാണ് സാധനം. വാഴക്കൂമ്പിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കടുകും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്ന വഴട്ടിയിട്ട് അതിനകത്ത് ഇച്ചിരി ഉള്ളി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് 2 മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, എന്നിട്ട് ഇച്ചിരി വാഴക്കൂമ്പിടും, എന്നിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന പോലെ സെയിം രീതിയിൽ നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ പരിപാടിയല്ലേ. ഞങ്ങളങ്ങനെ രാത്രി 1 മണിയായി കിടന്നുറങ്ങിയപ്പോൾ ഇന്നലെ ഫുൾ ഇതായിരുന്നു പരിപാടി. അതായത് ഇന്ന് വേണ്ട പാചകത്തിനുള്ള എല്ലാ സംഭവങ്ങളും അരിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ ചെയ്തത്. ഞങ്ങളൊരു 10 മണിക്ക് ഡിന്നറെല്ലാം കഴിച്ചിട്ട് ഒരു 10 മണിക്ക് തുടങ്ങി ഒരു 3 മണിക്കൂർ എടുക്കും ഈ സംഭവങ്ങളെല്ലാം അരിഞ്ഞു വെച്ച് സെറ്റാക്കാനായിട്ട്. അപ്പോൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. അത് ഹെഡ് ഷെഫിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഷെഫ് പായസം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ പാല് ഞാൻ പൊട്ടി ചോദിച്ചു കൊടുക്കും, ബാക്കിയുള്ള പരിപാടികളെല്ലാം അവൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമ്മള് പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പാലട പ്രഥമല്ല പാലട പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് വെച്ചാണ് നമ്മള് പരിപാടികളും മറ്റൊക്കെ ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യണം. അത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നോക്കൂ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ആവേശത്തിലെ പാട്ടെന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ്. നോക്ക്, ഡാൻസ് കളിക്കുന്നതാണോ എല്ലാം കൂടെ. അമ്മയാണ് ഇവിടെ സൂപ്പർവിഷൻ. അമ്മയാണ് ഇവിടെ ഇരുന്ന് എല്ലാം നേതൃത്വം നൽകി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ചെയ്തത് ശരിയാണെന്ന് നോക്കണം. നമ്മളിപ്പോ ഇങ്ങനെ കഴിഞ്ഞ ഐറ്റംസ് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. കുറ്റിയിട്ട് വെച്ചിരിക്കുക പിള്ളേർ ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി. ഹായ് പ്രശാന്ത്, ഹൗ ആർ യു? ഹാപ്പി ഓണം. എടാ എങ്ങനെയുണ്ട് പൂക്കളം? എങ്ങനെയുണ്ട്? നമ്മൾ ആ ടെക് ട്രാവലിൽ എഴുത്തൊന്ന് മാറ്റി എഴുതി ഫോട്ടോ എടുക്കാൻ വേണ്ടി. ടെക് ട്രാവലിൽ പൂക്കളം. എന്തായാലും പായസം എന്തായി നടക്കുവോ? അരമണിക്കൂർ എടുക്കുവോ? നീ ഇളക്കി എന്തോ പായസം എല്ലാം ഉണ്ടാക്കുവോ? കുറുകി. ഹലോ, ഹാപ്പി ഓണം. ഇതിട്ടുണ്ട് അത് വേണ്ട, എങ്ങനെയുണ്ട്? ഇത് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അതായത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ, അതിനാണ് ഇങ്ങനെ ടെക് ട്രാവലിൽ അറേഞ്ച് ചെയ്തത്. അബിയുടെ പരിപാടിയാണ്. അബിയും പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അവർ രണ്ടും കൂടെയാണ് അത് ചെയ്തത്. ശ്വേത ഇവിടെ പപ്പടം വറുത്തോണ്ടിരിക്കുകയാണ്. ഫാസിൽ ബ്രോ ആൻഡ് ടീം എത്തിയിരിക്കുകയാണ്. എന്തായി വില നടക്കോ? ഇനി എടുക്കോ? ഇതൊന്നും ആയില്ലല്ലോ. നമ്മുടെ സദ്യയൊക്കെ ഇവിടെ റെഡിയായി. നമ്മൾ ഇവിടെ താഴെ എല്ലാവരും കൂടെ നിലത്തിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് കൗണ്ട്. ആദ്യം നാരങ്ങ അച്ചാറ്, പിന്നെ പുളിയിഞ്ചി, പിന്നെ കടുമാങ്ങ അച്ചാറ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇത് ചേന വറുത്തരച്ച കറിയാണ്. പിന്നെ ഇത് നമ്മുടെ അവിയൽ, പിന്നെ ഇവിടെ നമ്മുടെ കൂമ്പ് തോരനുണ്ട്, പിന്നെ അതിനുശേഷം പരിപ്പ് കറിയുണ്ട്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മോര് കാച്ചതല്ല, നമ്മൾ അവസാനം ഏതാ മറ്റേ മോര് കൂട്ടി കഴിക്കണ്ടേ അല്ലേ? മോര് കൂട്ടി കഴിക്കാനുള്ളത്. പിന്നെ പപ്പടം, പച്ചമോരാണത്. പിന്നെ പപ്പടം വറുത്തത്, പിന്നെ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമുളക്, യെസ്, പിന്നെ പയറ് വഴുക്കുരട്ടി, ക്യാബേജ് തോരൻ, പിന്നെ ഇത് നമ്മുടെ കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഇട്ട നമ്മുടെ വറുത്തരച്ച കറിയാണ്. കിഴങ്ങും ഗ്രീൻ പീസും കൂടെ വറുത്തരച്ച കറി. പിന്നെ ചോറ്, കുതിരച്ചോറ്. ഇത് നമ്മുടെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നെല്ലിക്കയുടെ സാധനമാണ്. ലുബിക്ക അച്ചാറാണത്. പിന്നെ ഉപ്പേരി അവിടെ ഞാൻ പാത്രം അവിടെ പോയി. വിളമ്പി റെഡിയാക്കി വെച്ചത് അമ്മ തണുക്കുന്ന തിരിച്ചതിനകത്ത് കയറ്റി. പിന്നെ നമ്മുടെ ഓണത്തിന്റെ പ്രധാന വിഭവമായിട്ടുള്ള ഉപ്പേരിയാണ് നമുക്ക് വന്നിരിക്കുന്നത്.
അപ്പൊ നമ്മുടെ ഉപ്പേരി റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ വേറൊരു സാധനമുണ്ട്. ഇതിനെ ഞങ്ങള് വൽവേൽ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇത് ഓലനാണ്. ഇത് ചേമ്പ്, പിന്നെ മത്തങ്ങ, പിന്നെ കുമ്പളങ്ങ ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ട് തേങ്ങാപ്പാലില് എത്രാം പാലാണ് എടുക്കുന്നത്? ഒന്നാം പാലോ? രണ്ടാം പാലിൽ വേവിച്ചിട്ട് രണ്ടാം പാലിൽ വേവിച്ച് ഒന്നാം പാലില് റെഡിയാക്കി എടുക്കുന്ന സംഭവമാണ്. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പാലെടുക്കാന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പം തേങ്ങാപ്പാലൊക്കെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. കായം വെളിച്ചെണ്ണ എല്ലാം കൂടെ മേളിട്ട് റെഡിയാക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ വിഭവങ്ങൾ എത്ര 1, 2, 3, 4, 5, 6, 7, 8, പിന്നെ 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 നെയ്യും കൂടെ ചേർത്ത് 20 പായസം എല്ലാം കൂടെ ചേർത്ത് 21 വിഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സദ്യ. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ്. ഇതിന്റെ ക്രെഡിറ്റ് ഈസ് എല്ലാവർക്കുമാണ് ക്രെഡിറ്റ്. പായസം ഉണ്ടാക്കിയത് അവിയൽ ഉണ്ടാക്കിയത് ചേച്ചി, പിന്നെ ശ്വേത, ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം യാഥാർത്ഥ്യമായത് അമ്മയുടെ ഇവിടെ ഇരുന്നുള്ള മേൽനോട്ടത്തിലാണ് അല്ലേ? പിന്നെ സർവോപരി നമ്മുടെ മിനി ചേച്ചി ഹായ് പറ. മിനി ചേച്ചിയാണ് നമ്മുടെ എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാൻ റെഡിയാവും. അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം വിളമ്പാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പൊ ഞങ്ങള് ഫോട്ടോയിൽ എടുത്ത് നമ്മുടെ ട്രാവലിംഗ് പൂക്കളം, നമ്മുടെ എറണാകുളത്തെ നമ്മുടെ ഫസ്റ്റ് ഓണം അല്ലേ? ഞങ്ങളുടെ ഫസ്റ്റ് ഓണം ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഓണസദ്യ ഉണ്ടാവും. കം ഓൺ. ആദ്യം എന്താ വിളമ്പുന്നേ? ഉപ്പേരി അല്ലേ? ഉപ്പേരിയുടെ ഉപ്പേരി എടുത്താ? ഉപ്പേരി എടുത്തു തുടങ്ങി. ഞാൻ അച്ചാറുണ്ടോ? അച്ചാറ് കഴിക്കില്ലേ? വേണ്ട, നീ കഴിക്കും അച്ചാറ്? ഋഷിക്ക് വേണം അച്ചാറ്? അവൻ കഴിക്കും. ഋഷിക്ക് ഇഷ്ടമാണ് അച്ചാറ്. ഞങ്ങളിവിടെ ഭക്ഷണം വിളമ്പിത്തിരുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ആൾക്കാരും പകല് കഴിച്ച് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. വിശന്നിരുന്നോ? നല്ല വിശപ്പായിരുന്നു. 3 മണിയായില്ലേ? എങ്ങനെയുണ്ടാ? പ്രസാദേ അതെ പ്രസാദ് എങ്ങനെയുണ്ടാ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? പരിപ്പ്. റാഫി ബ്രോ എങ്ങനെയുണ്ട്? തേങ്ങാപ്പാലിന്റെ കറി. നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഓ ന്യൂട്രൽ. ഓക്കെ, ഫാസിൽ ബ്രോ? അബി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? വലുവേല്. ഋഷിയുടെ ഫേവറേറ്റ് എന്തുവാടാ? വലുവേലാണോ? അപ്പുറത്ത് ദേവുന അവിയൽ. എനിക്ക് അവിയൽ ഇഷ്ടപ്പെട്ടു. അവിയൽ മാങ്ങ ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അമ്മയ്ക്ക് വലുവേല ഗസി. എല്ലാരും വലുവേല ഗസിയുടെ ആൾക്കാരാണ്. ഞങ്ങളുടെ എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ. അതെ, ഇവിടെ ബഹളവാ. എനിക്ക് അവിയൽ വേണം. അവിയൽ. കൈ വിളിച്ച് അത് കറക്റ്റ് എനിക്ക് ക്യാമറ കിട്ടുകയും ചെയ്തു. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ അബിക്കുട്ടിനുണ്ടാക്കിയ പായസം. ഫാസിൽ ബ്രോ, ഇത് അബിയുടെ ബർത്ത്ഡേ ട്രീറ്റും കൂടെ കേട്ടോ. ഞങ്ങള് എല്ലാം കൂടെ ക്ലബ് ചെയ്തു. അതെ, എല്ലാം കൂടെ ഒരുമിച്ചാണ്. എന്തായാലും ദീപ്തയ്ക്ക് ആളുകളുടെ എല്ലാം നോക്കിക്കേ, നക്കി വടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ എല്ലാരും? അതാണ്, അതായത് ഇവൻ മാത്രമാണ് കുറച്ച് കറിയൊക്കെ ബാക്കി. എന്താണ് നീ കഴിക്കാത്ത? അവിടെ തീർന്ന്
ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഋഷിയും പിള്ളേരും വരെ അവിടെ പിള്ളേരും കഴിച്ചു കഴിഞ്ഞ് എണീക്ക് വരെ ചെയ്തു കേട്ടോ. അങ്ങനെ അഭി ഉണ്ടാക്കിയ പായസം കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിവിടെ. സൂപ്പറാണ്. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല ഇല്ലേ? ഒരാൾ അവിടെ പോയി ചാഞ്ഞു, ഭക്ഷണം എല്ലാം കഴിഞ്ഞ ഒരാൾ അവിടെ പോയി ചാഞ്ഞു. എന്താ പറഞ്ഞ അടി പിടിച്ചെന്നോ? എന്താ പറഞ്ഞ അടി പിടിച്ചെന്നോ? എന്താ പിന്നെ മേടിച്ചെന്ന്? കുറ്റം പറയുകയും തിന്നുകയും ചെയ്യും വീണ്ടും വീണ്ടും. മധുരം തിന്നാത്ത ആളാ. ഹാപ്പി ഓണം. നീ പോവല്ലേ? പോണോ? എല്ലാരും പോവാ. സദ്യ കഴിഞ്ഞാ പിന്നെ എല്ലാരും പോവാ. വാ സിനിമ കാണാൻ പോവല്ലേ? ഹാപ്പി ഓണം. ഓക്കെ, അവിടെ പോയി കിടന്ന് ഉറങ്ങണേ. ഹാപ്പി ഓണം. ഓക്കെ ഓക്കെ, ബൈ. നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വിളമ്പാൻ ആളില്ലാത്തത് കൊണ്ടും ആളില്ലാത്തത് കൊണ്ടും ഇവർക്ക് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ആവശ്യത്തിന് കിട്ടും. അതാണ് നമുക്കെല്ലാം ബിസിക്ക് വിളമ്പിയത്. തികയുമോ എന്നുള്ളത് അവരോട് കുറച്ചുകൂടെ കുഴപ്പമില്ല. മിനിക്കോ അതെ ഈ സാധനം ഉണ്ടല്ലോ ഞങ്ങൾക്കെല്ലാം ഇച്ചിരി വിളമ്പിയാണ്. ഇതാണ് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. നീ രണ്ടാം ചോദിച്ചാൽ തരത്തില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ ഇഷ്ടം പോലെ ബാക്കി. എന്റെ വീതം അന്ന് കഴിച്ചോ? കഴിക്ക് എന്റെ വീതം അന്ന് കഴിച്ചോ? ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഓണസദ്യ നോക്കൂ. ഓണസദ്യ കഴിഞ്ഞതും ഡെം കൃഷി നല്ല ഉറക്കമായി. ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടില്ല. നമുക്കിനി ഒന്ന് പുറത്തേക്ക് പോകണം. പോയിട്ടിരാ ഉറങ്ങട്ടെ. ലെറ്റ്സ് ഗോ. ഈ ഓണത്തിന് ഞാൻ എനിക്ക് തന്നെ സമ്മാനിച്ച കുറച്ച് ഗിഫ്റ്റാണ് ഈ ഇരിക്കുന്ന ചെടികൾ. നമ്മുടെ വീട്ടിലെ ഗാർഡനിലേക്ക് വേണ്ടി ഞാൻ ശ്വേതയും കൂടെ പോയി വാങ്ങിച്ച ചെടികളാണിത്. എന്തായാലും നമുക്ക് ചെടികൾ ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ കുറേ 3-4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികളാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ മറ്റേ ലക്കി ബാമ്പു, ആ സാധനം ചൈനീസാണ്. ഇതിനൊക്കെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സംഭവങ്ങളൊക്കെ ചെടി വിത്ത് പോട്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ കുറേ ചെടികളുണ്ട്. ബിൽഡിങ്ങിൽ പുറത്തും അകത്തും അപ്പാർട്ട്മെൻറ്റുകളിലും എല്ലായിടത്തും ചെടികൾ. അയ്യോ തുറന്നു പോയി. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഭയങ്കര രസമല്ലേ ശ്വേത? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. നമുക്ക് പെറ്റ്സിനെയോ നമ്മൾ വളർത്തുന്നില്ല. സോ ചെടിയെങ്കിലും നമുക്ക് വളർത്താന്നുള്ളതാണ്. ഇത് ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ചെറിയ ചെടികൾ നോക്കിയാണ് പോയത്. പക്ഷെ എടുത്തു വന്നപ്പോൾ എല്ലാം വലുതായി. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയില്ലേ? അങ്ങനെ നമ്മുടെ ചെടികൾ ഒരെണ്ണം കൊണ്ടുവന്നത് ഇവിടെ വെച്ചു. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഓൾറെഡി ഉള്ള ചെടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ള പ്ലാസ്റ്റിക് പൂക്കളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം മാറ്റി ഇവിടെ ഉണ്ട്. ഇതിനകത്ത് പിന്നെ കൊടുക്കാം. ഇതിനകത്ത് പ്ലാസ്റ്റിക് പൂ ഉണ്ടായിരുന്നത് ഞാൻ മാറ്റി ഇതേണ്ട ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചു. അതിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വെട്ടി ഇങ്ങനെ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ചെടികൾ ഈ ബാൽക്കണി കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതൊക്കെ ഇതിപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചെടികളാണ്. പിന്നെ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ലാൻഡേണും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ തൂക്കിയിടാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു നമ്മുടെ മാപ്പൊക്കെയുള്ള ആ ഒരു ഗാലറി, ആ ഒരു ബാൽക്കണി, അതാണ് ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം പറഞ്ഞ ഋഷി. ഹാപ്പി ഓണം ഗൈസ്. സീ ടുമോറോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ചു വിളിക്കുക. സീ ടുമോറോ ഗൈസ്. ബൈ ബൈ.